الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. اللهم ربي يسر ولا تعسر، ربي زدنا علما وحلما وفهما وعقلا وأدبا كاملا. رب تمم بالخير والسعادة. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير، ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. വളരെ സർവാധരണീയരായ സുന്നി യുവജന സംഘത്തിന്റെ താനൂർ മണ്ഡലം പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് KNC തങ്ങൾ താനാളൂർ, സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ താനൂർ മേഖല ഉപാധ്യക്ഷൻ സയ്യിദ് നിസാമുദ്ദീൻ ഹസനി തങ്ങൾ, സ്വാഗത ഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട സുഹൃത്ത് റിയാസ് ഹുദവി, ഈ മഹത്തായ സംഗമത്തിന്റെ സംഘാടകരായ താനൂർ ക്ലസ്റ്റർ SKSSF-ന്റെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാരെ, സംഘാടകരെ, നേതാക്കന്മാരെ, സുന്നി യുവജന സംഘത്തിന്റെയും സുന്നി മഹല്ല് ഫെഡറേഷന്റെയും SKSSF-ന്റെയും SBയുടെയും കർമ്മോത്സുകരായ പ്രവർത്തകന്മാരെ, സഹായികളെ, നേതാക്കന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മറ്റു ഇതര പ്രസ്ഥാന ബന്ധുക്കൾക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ 1000 വിജയാഭിവാദ്യങ്ങൾ. സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ താനൂർ ക്ലസ്റ്റർ കമ്മിറ്റി വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചുള്ള സൂചന സ്വാഗത ഭാഷണത്തിൽ ബഹുമാനപ്പെട്ട ഹുദവി നമുക്ക് നൽകിയിട്ടുണ്ട്. ലോകത്തുള്ള മുസ്ലിം സമുദായം അള്ളാഹുവിനോട് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന പരിശുദ്ധമായ റജബ് മാസത്തിന്റെ അവസാനത്തെ രാത്രിയിൽ നാം ഇവിടെ സംഗമിച്ചതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുവാനും അല്ലാഹു വിട്ടുപോയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാത്തിൽ തന്റെ സർവാധരണീയനായിരുന്ന പാണക്കാട് അല്ലാഹു തആല അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അതുപോലെ ഈ മാസത്തിൽ മരണപ്പെട്ട മഹാനായ ഇന്ത്യയുടെ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട് ഇന്ത്യയിൽ 90 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ ഇസ്ലാമിന്റെ ശാശ്വത തീരത്തിലേക്ക് കൊണ്ടുവന്ന മഹാനായ ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഈ മാസത്തിൽ മരണപ്പെട്ട മഹാനായ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു, അലാഉദ്ദീൻ ഇൻസി റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായ ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, ആ മഹാന്മാരുടെ ഹക്ക് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? എന്റെ സൗണ്ട് ഇൻഷാ അല്ലാഹ് തങ്ങൾ DC ആയി പോയതാണ്, പുറത്തു പോയതാണ്, പെട്ടെന്ന് തന്നെ വരും. റേഡിയോയിലുള്ള ആളുകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് മൈക്ക് എടുത്തത്. ഏതായാലും നല്ല ലൈവ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ ഓൺലൈനിൽ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് താങ്കൾ പെട്ടെന്ന് തന്നെ മൈക്കിലേക്ക് വരും നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ അസ്സലാമു അലൈക്കും. ത്തിന് ശേഷമുള്ള ചരിത്രത്തിന്റെ ചിത്രങ്ങളെ വ്യക്തമായി അറിയുന്ന എല്ലാ ആളുകൾക്കും വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമൂഹത്തിന്റെ ആവശ്യം എന്തൊക്കെയാണോ അതിനോട് കൂടുന്ന ചരിത്രമാണ് സമസ്തയുടെ വഴികളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. സമസ്തയുടെ ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമൂഹം പ്രതിസന്ധി അനുഭവിക്കുന്ന ഘട്ടങ്ങൾ എവിടെയുണ്ടോ അവിടെ ആദർശ വൈദികളുടെ ആദർശങ്ങളെ മറന്നുകൊണ്ട്, തങ്ങളുടെ എതിരാളികളെ മറന്നുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമൂഹത്തിനോട് കൂടുന്ന ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ. അതിന്റെ 8.5 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനത്തിന്റെ ചിത്രങ്ങളിലൂടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. നിങ്ങൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, എന്നാൽ 1989 കാലഘട്ടങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, അവരുടെ ചരിത്രം നിങ്ങൾ പരിശോധിക്കൂ. 89 മുതൽ അതിന്റെ വർഷങ്ങൾക്കും ഈ കേരളീയ മുസ്ലിം സമൂഹത്തിൽ കാന്തപുരം AP മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പിറവികൊണ്ടിട്ടുള്ള മേനോൻ സമസ്തയും അതിന്റെ വിവിധങ്ങളായിട്ടുള്ള പോഷകഘടകങ്ങളും ഈ സമൂഹത്തിനോട് കൂടെ നിൽക്കേണ്ട സാഹചര്യത്തിൽ മുസ്ലിം സമുദായത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഐക്യത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഭിന്നിച്ച ചരിത്രമാണ് അവരുടെ ചരിത്രത്തിന്റെ സംഘടനാപരമായ ചരിത്രത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതിന്റെ പ്രഥമ ചരിത്രമാണ് നമുക്കറിയാം. ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിം സമൂഹത്തിന്റെ വെല്ലുവിളിയായി ശരീഅത്തിന്റെ വിഷയം വന്നപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ഒരു രാഷ്ട്രീയ ചില സംഘടനയുടെ നേതാക്കന്മാർ ശരീഅത്തിനെ വളരെ മോശമാക്കി ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ശരീഅത്തിനെ പുച്ഛിച്ചിന്താൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്ദ്യരായ നേതാക്കന്മാർ ചരിത്രം അന്തിയുറങ്ങുന്ന കോഴിക്കോട്ടെ വിശാലമായിട്ടുള്ള മൈതാനിൽ മുതലക്കുള്ള മൈതാനിൽ ഒരുമിച്ചുകൂടി മഹാനായ ശൈഖുന ശംസുൽ ഉലമയോട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം സുലൈമാൻ സൈദ് സാഹിബും മഹാനായ ബനാത്വാലയെ പോലെയുള്ള മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി ചരിത്രത്തിന്റെ ചിത്രങ്ങളിലൂടെ കടന്നുപോയ 2 പ്രതിഭാശാലികളായ നേതാക്കന്മാർ. ഈ നേതാക്കന്മാർ വന്നിട്ട് ശംസുൽ ഉലമയോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഉസ്താദ്, അങ്ങ് ഈ സമൂഹത്തിലുള്ള ഈ ശരീഅത്തിന്റെ വിഷയമായി അങ്ങ് ബന്ധപ്പെട്ട് സംസാരിക്കുവാനും മുസ്ലിം സമുദായത്തിനെ ഒരുമിച്ച് കൂട്ടുവാനും ആദർശ ഭിന്നതകളെ മറന്നുകൊണ്ട് അങ്ങ് മുന്നോട്ട് വരണമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് 4 പതിറ്റാണ്ടുകാലം നേതൃത്വം നൽകിയ പാണ്ഡിത്യത്തിന്റെ വിശാല വിഹായസിലൂടെ വിരാജിച്ച പണ്ഡിത കേരളം കണ്ട സൂര്യ തേജസ്സായിരുന്ന ശൈഖുന ശംസുൽ ഉലമയോട് പറഞ്ഞു, മഹാനായ ശൈഖുന ശംസുൽ ഉലമ ശരീഅത്ത് സംരക്ഷണത്തിന് വേണ്ടി മുസ്ലിം സമുദായത്തിനെ ഒരുമിച്ച് കൂട്ടി. പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കുന്ന സമയത്ത് എവിടെയാണ് കൈകെട്ടേണ്ടത് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള സംഘടനകൾ പരിശുദ്ധമായ സുബ്ഹ് നമസ്കാരത്തിൽ ഖുനൂത്തിന് വേണ്ടി കൈ ഉയർത്തണോ ഖുനൂത്ത് ഓതണോ എന്ന വിഷയത്തിൽ ആദർശപരമായി വ്യതിയാനമുള്ള വ്യത്യാസമുള്ള സംഘടനകളെ സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകണ്ടയോ എന്ന വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെയുള്ള ഇതര പ്രസ്ഥാനത്തിന്റെ ആളുകളെ ഒരുമിച്ച് കൂട്ടി മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവറുകള് കോഴിക്കോട്ട് മുതലക്കുള്ള മൈതാനിൽ വെച്ചുകൊണ്ട് ശരീഅത്തിന്റെ സംരക്ഷണം നടത്തിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമല്ലോ, ഈ സമൂഹത്തിന്റെ ശരീഅത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അന്ന് ശംസുൽ ഉലമയുടെ പ്രഭാഷണം കൊണ്ട് ഒരൊറ്റ പ്രഭാഷണം കൊണ്ട് ആ വിഷയത്തിൽ വിജയം കൈവരിച്ച ചരിത്രം കേരളത്തിലെ ഇസ്ലാമിനെ സ്നേഹിക്കുന്നവർക്ക് മറക്കാൻ സാധ്യമല്ല. ഞാൻ ഈ സംഭവത്തെ സൂചിപ്പിച്ചത് നിങ്ങൾക്കറിയാത്തത് കൊണ്ടല്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിം സമുദായത്തിന്റെ പൊതുവായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി കോഴിക്കോട് ശൈഖുന ശംസുൽ ഉലമ ഈ സമൂഹത്തിന് വേണ്ടി ശബ്ദിച്ചപ്പോൾ മഹാനായ ശൈഖുന ശംസുൽ ഉലമ ബിദ്അഈ പ്രസ്ഥാനക്കാരോട്
കൂടെയിരുന്നു എന്ന് പറഞ്ഞ് മഹാനായ ശൈഖുന ശംസുലമയെ കുഞ്ഞനം കാട്ടി മുസ്ലിം സമുദായത്തിൽ ഭിന്നതമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചവര് അവർ ചരിത്രത്തിന്റെ ഒരു ഏടുകൂടെ മനസ്സിലാക്കേണ്ടിയിരുന്നു. നിങ്ങൾക്കറിയാമോ സഹോദരന്മാര്, ആ വിഭാഗത്തിന്റെ മർക്കസിന്റെ പ്രസിഡന്റായിരുന്ന മർഹൂം ബഹുമാനപ്പെട്ട കോഴിക്കോട് ഫസൽ കോയത്തങ്ങൾ അല്ലാഹു തആല അവിടുത്തെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. മഹാനായ ഫസൽ കോയത്തങ്ങൾ പ്രിയപ്പെട്ടവരെ, അന്ന് ആ വേദിയിൽ ശംസുലമയോടുകൂടി പങ്കെടുത്തിട്ടുള്ള വിഷയം മറന്നുകൊണ്ട് മുസ്ലിം സമുദായത്തിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി അന്ന് ആ ആളുകൾ കാട്ടിക്കൂട്ടിയിട്ടുള്ള പ്രചരണങ്ങളെ ഈ സമുദായം മറന്നിട്ടില്ല. നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, അതുപോലെ നമ്മുടെ കേരളത്തില് ഇവിടെ ചില ഗവൺമെന്റുകൾ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്കൂളിന്റെ സമയങ്ങൾ മാറ്റി മദ്രസയുടെ പഠനങ്ങൾക്ക് തടസ്സം വരുന്ന രൂപത്തിൽ മദ്രസ സമയത്ത് സ്കൂൾ സമയത്ത് മാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ 9,000-ഓളം വരുന്ന വിദ്യാർത്ഥികളെ 5, 6, 7 വയസ്സുള്ള പിഞ്ചു പൈതങ്ങളെ നടറോട്ടിലിറക്കിയിട്ട് മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ മതവിദ്യാഭ്യാസത്തിന്റെ കലാലയമായ മദ്രസകളിലുള്ള പഠനത്തിന് തടസ്സം നിൽക്കുന്ന ഒരു സമ്പ്രദായം കേരളത്തിൽ ആരും കൊണ്ടുവരാൻ പാടില്ല എന്ന് ആർജവത്തോടുകൂടെ മദ്രസയിലുള്ള വിദ്യാർത്ഥികളെ പുറത്തിറക്കിയിട്ട് ഈ സമുദായത്തിന്റെ ആവശ്യത്തിന് വേണ്ടി സമസ്തയുടെ അഭിവന്യരായ നേതാക്കന്മാർ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റുകൾ സൃഷ്ടിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, അന്ന് അവര് പറഞ്ഞു, മദ്രസയിൽ പഠിക്കുന്ന 8ഉം 8ഉം തിരിയാത്ത പിഞ്ചു പൈതങ്ങളെ റോട്ടിലിറക്കിയിട്ട് ഈ സമുദായത്തിന്റെ മക്കൾ റോട്ടിലിറക്കിയിട്ട് സമസ്തക്കാരെ സമരം ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 പ്രധാനമായ വിഷയങ്ങളിൽ മുസ്ലിം സമുദായം നേടിയെടുക്കേണ്ട 2 പ്രധാനമായ വിഷയങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തിൽ നിന്ന് അതിന്റെ നേതൃപരമായ പങ്ക് വഹിച്ചപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തിൽ നിന്ന് എതിരെ അവരെ തിരിഞ്ഞു. ഈയിടെയിടയ്ക്കല്ലേ നമ്മുടെ കേരളത്തിൽ വിശാലമായ ചർച്ച നടന്നത് 18ാമത്തെ വയസ്സിൽ വിവാഹം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ പല ചർച്ചകളുമുണ്ടായി. സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ഇന്ന് നമ്മുടെ കേരളത്തിലെ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായ ശൈഖുന കൂട്ടുമല ബാബു മുസ്ലിയാർ, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. മഹാനായ ബാബു മുസ്ലിയാർ പ്രിയപ്പെട്ടവരെ, കേരളത്തിലുള്ള മുഴുവൻ മതസംഘടനകളെയും കോഴിക്കോട്ട് ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് 18ാമത്തെ വയസ്സിൽ തന്നെ നിർബന്ധമായിട്ടും വിവാഹം ചെയ്യപ്പെടണമെന്ന ആവശ്യത്തിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പിന്തിരിയണമെന്ന വിഷയത്തിന്റെ പ്രാധാന്യത്തെ വിശദീകരിക്കാൻ വേണ്ടി ഒരു യോഗം വിളിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, മുസ്ലിം സമുദായത്തിനോട് പ്രതിബദ്ധതയുള്ള മുസ്ലിം സമുദായത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കണമെന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് ആരെയെങ്കിലും പങ്കെടുപ്പിച്ചുകൊണ്ട് ആ വിഷയത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനും അദ്ദേഹം നടത്തിയിട്ടുള്ള പത്രസമ്മേളനങ്ങളിൽ 18 വയസ്സ് പ്രശ്നമല്ല എന്ന രൂപത്തിൽ പ്രസംഗിക്കുവാനും എഴുതുവാനും മുന്നോട്ട് വന്ന ഒരു സാഹചര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഞാൻ സൂചിപ്പിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ പൊതുവായിട്ടുള്ള പ്ലാറ്റ്ഫോം, അവിടെ ആദർശം മറന്ന് സമുദായത്തിലുള്ള വിവിധങ്ങളായ സംഘടനാ പ്രശ്നങ്ങൾ മടന്ന് മുസ്ലിം സമുദായത്തിന്റെ പൊതുവിലുള്ള പ്രശ്നത്തിന് വേണ്ടി ഈ സമുദായത്തിനോട് കൂടെ നിൽക്കാൻ ബാധ്യതയുള്ള ഒരു സംഘടന എന്ന അർത്ഥത്തിൽ ആ മറുവിഭാഗത്തിന്റെ ആളുകൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മുസ്ലിം സമുദായത്തിനോട് കൂടുന്ന ചരിത്രം നമുക്ക് പറയാൻ പറ്റുമോ? മഹാനായ പാണക്കാട് സയ്യിദ് ഉമർ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുമ്പോഴും സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ ആശീർവാദങ്ങളും സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ അഭിവന്യരായ നേതാക്കന്മാർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകി ഈ സമുദായത്തിൽ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വാക്ക് അവസാനത്തെ വാക്കായി പരിഗണിക്കപ്പെടുന്ന സമസ്തയുടെ അഭിവന്യരായ നേതാക്കന്മാർ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് വിശുദ്ധമായ റമദാൻ മാസത്തിൽ ഐക്യവേദി സംഘടിപ്പിക്കാറുണ്ട്. ഐക്യവേദി സംഘടിപ്പിക്കപ്പെടുമ്പോൾ റമദാൻ മാസത്തിന്റെ പവിത്രമായ ഒരു ദിവസത്തിൽ കേരളത്തിലുള്ള വിവിധങ്ങളായ മുസ്ലിം സംഘടനകൾ ഒരുമിച്ച് കൂട്ടി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഐക്യവേദി സംഘടിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മഹാനായ ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, ശൈഖുന ആലിക്കുട്ടി ഉസ്താദ്, മഹാനായ ശൈഖുന കൂട്ടുമല ബാബു മുസ്ലിയാർ, അവിടെയുള്ള മറ്റ് സംഘടനകളോട് കൂടെ ഇരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആദർശപരമായിട്ട് അവരോടുള്ള യോജിപ്പ് കൊണ്ടല്ല, പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ ഉന്നതനായ നേതാവ്, മുസ്ലിം സമുദായത്തിന്റെ അംബാസഡറായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാകുന്ന ആ വലിയ മനുഷ്യൻ ഈ സമുദായത്തിലെ എല്ലാ സംഘടനകളും ഒരുമിച്ച് കൂട്ടി ഒരു ഐക്യസംഘം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പാണക്കാട് തങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്ന
സമസ്തയുടെ ധാർമ്മികമായ കടമ നിർവഹിച്ചുകൊണ്ട് അന്ന് ഞങ്ങൾ കൂടെ ഇരുന്നപ്പോൾ അന്ന് അവര് പറഞ്ഞു അങ്ങനെ ഒരു ഐക്യം ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ നമുക്കറിയാം, ഈയിടെയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് മോദി നമ്മുടെ രാജ്യത്ത് ഭരണശിലാ കേന്ദ്രത്തിലേക്ക് കടന്നു വരുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നപ്പോൾ നമ്മുടെ എല്ലാ മുസ്ലിം സംഘടനകളും അത്തരം അപകടത്തെ നമ്മൾ നേരത്തെ കണ്ടറിയണമെന്ന് പരസ്യമായി പ്രസംഗിക്കുവാനും എഴുതുവാനും പത്രസമ്മേളനം നടത്തുവാനും വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ ഈ മനുഷ്യനും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം അറിയപ്പെട്ടവരെ എന്ത് നിലപാടാണ് ആ വിഷയത്തിൽ സ്വീകരിച്ചതെന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹം മറന്നിട്ടില്ല. മാതൃഭൂമി പത്രം നമ്മളോട് കൂടെയുണ്ട്. അദ്ദേഹം നടത്തിയിട്ടുള്ള പരസ്യമായ പ്രസ്താവനയുടെ ക്ലിപ്പിംഗ് നമ്മളോട് കൂടെയുണ്ട്. അദ്ദേഹം നടത്തിയിട്ടുള്ള പത്ര പ്രസ്താവനയുടെ കട്ടിംഗ് നമ്മളോട് കൂടെയുണ്ട്. പരസ്യമായി മോദി എന്ന് പറയുന്ന നേതാവ് ഈ രാജ്യത്തിന്റെ അധികാര സോപാനത്തിലേക്ക് കടന്നു വരാൻ പാടില്ല എന്ന് ആർജവത്തോടുകൂടെ പറയേണ്ട ഒരു മുസ്ലിം പണ്ഡിതനായിട്ടുള്ള അദ്ദേഹം ചങ്കൂറ്റം കാണിക്കാത്ത സാഹചര്യം കേരളത്തിലെ മുസ്ലിങ്ങൾ കണ്ടവരാണ്. അതുപോലെ പ്രിയപ്പെട്ടവര്, നമുക്കറിയാം, മർക്കസു സഖാഫത്ത് സുന്നിയായും ഒ രാജഗോപാൽ എന്ന് പറയുന്ന ബിജെപിയുടെ മന്ത്രിയെ കൊണ്ടുവന്ന് സ്വീകരണം കൊടുത്ത് തന്റെ ചില അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പിന്നെ അതിനുവേണ്ടി മുന്നോട്ട് വന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ സമുദായം കണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ കേശം എന്ന പേരിൽ ഒരു മുടിയുമായി കടന്നു വന്നപ്പോൾ ആ മുടിയുടെ നിജസ്ഥിതി നിങ്ങൾ വ്യക്തമാക്കാതെ ഈ സമുദായത്തിൽ നിങ്ങൾ ആ മുടിയുമായി കടന്നു വരുതെന്ന് മാന്യമായ ഭാഷയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞപ്പോൾ സമസ്തയെ വെല്ലുവിളിച്ചുകൊണ്ട് യഥാർത്ഥമായ ഒരു മുടി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിലില്ല എന്ന് അദ്ദേഹത്തിനിപ്പം ആ മുടിക്ക് വേണ്ടി രാപ്പകൽ ഭേദമെന്ന് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന അവിടുത്തെ പ്രാസംഗികന്മാർക്കും അറിഞ്ഞിട്ട് പോലും മുസ്ലിം സമുദായത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പരിശുദ്ധമായ ആദരവിനെ അനാദരവാക്കി തള്ളാൻ വേണ്ടി മുന്നോട്ട് വന്ന കഥയും പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഇവിടെ ഖാദി പ്രശ്നം നടന്നു, മാസപ്രയുമായി ബന്ധപ്പെട്ട വിഷയം നടന്നു. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മാസമുറപ്പിച്ചപ്പോൾ തങ്ങൾ ഉറപ്പിച്ചിട്ടുള്ള ഖാദി സ്ഥാനത്ത് അംഗീകരിക്കുകയില്ല എന്ന ധാർഷ്ട്യതയോടുകൂടെ പ്രിയപ്പെട്ടവരെ, മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയും സൈനുൽ ഉലമ ശൈഖുന ചെറുശ്ശേരി ഉസ്താദിനെയും മഹാനായ സമസ്തയുടെ അഭിവന്ദ്യരായ മഹല്ല് അംഗീകരിക്കപ്പെട്ട ഖാദിമാരെയും പുച്ഛിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖാദിക്ക് പകരം ഖാദി ഉണ്ടാക്കുവാനും മദ്രസകൾക്ക് പകരം മദ്രസ ഉണ്ടാക്കുവാനും കടന്നു വന്ന ഗതികേട് നമ്മൾ കണ്ടതാണ്. ഒരു വീട്ടിലെ അടുക്കളയിൽ നിന്ന് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അതേ വീട്ടിലെ വരാന്തയിൽ വെച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്ന ഒരു മോശമായ ഗതികേട് ഈ സമുദായത്തിൽ അവരെ കൊടുത്തിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായി നമ്മൾ സഹോദരന്മാരെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചത്, ഞാൻ ഈ പറഞ്ഞ ചില ഉദാഹരണങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ വിഷയത്തിൽ കൂടെ നിൽക്കേണ്ട സന്ദർഭത്തിൽ നമുക്കറിയാം, ഇവിടെ മുജാഹിദിന്റെ നേതാക്കന്മാരുണ്ട്. സമസ്ത ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മാസമുറപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ ഒരുപക്ഷെ ആദർശപരമായി ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് യോജിപ്പില്ലാത്ത വിദഈ സംഘടനകൾ പോലും മുന്നോട്ട് വരുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ നമുക്കറിയാം, അവസാനമായി എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനമായി കണ്ണൂർ ജില്ലാ ഖാദിയായി മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഖാദിയായിട്ട് തങ്ങളെ ബൈഅത്ത് ചെയ്യപ്പെട്ടപ്പോൾ എന്ത് തീരുമാനമാണ് ഇവർ സ്വീകരിച്ചത്? ഞങ്ങൾ പാണക്കാട്ട് തങ്ങൾക്കെതിരല്ല, ഞങ്ങൾ പാണക്കാട്ട് സാധാരണങ്ങളോട് എതിരെ പ്രവർത്തിക്കുന്നവരല്ല, പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞവർക്ക് അവരെ മനസ്സിന്റെ ഉള്ളിൽ ആത്മാർത്ഥമായ സ്നേഹം മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളോട് ഉണ്ടായിരുന്നുവെങ്കിൽ കണ്ണൂരിലെ ജില്ലാ സംയുക്ത ഖാദിയായി പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ പ്രിയപ്പെട്ടവരെ ബൈഅത്ത് ചെയ്യുന്ന സദസ്സിൽ അവരെ അതിന് വിരുദ്ധമായ ഒരു ഖാദിയെ കൊണ്ടുവരികയില്ലായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, രണ്ട് വിഷയത്തിൽ അവർ ചരിത്രത്തിൽ ഇന്ന് വരെ എതിരാണ്. ഒന്ന്, മുസ്ലിം സമുദായത്തിന്റെ പൊതുവായിട്ടുള്ള പ്ലാറ്റ്ഫോമിന് അവരെതിരാണ്. രണ്ട്, മുസ്ലിം സമുദായത്തിന്റെ മുഖ്യമായ നേതാക്കന്മാരുടെ നേതൃത്വത്തിനും പ്രവർത്തനത്തിനും അവർ എതിരായിട്ടുള്ള ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ
അസ്സലാമു അലൈക്കും. അബ്ദുള്ളക്ക് സൗണ്ട് ഇല്ല. അബ്ദുള്ള കേസി സൗണ്ട് കേൾക്കുന്നില്ല. നൂർദ്ദീൻ നിങ്ങൾ അവിടെ ബാങ്കാണ്, നാട്ടിൽ ബാങ്ക് ഇഷാബാങ്കിന്റെ സമയം തോന്നുന്നുണ്ട്. മൈക്ക് റിലീസ് ചെയ്തിരിക്കുന്നു. ഏതാ നല്ല ഒരു മഹത്തായ പരിപാടിയാണ്. നല്ല ലൈവ്, നല്ല ക്ലിയറോടുകൂടെ നമ്മുടെ നൂർദ്ദീൻ തങ്ങളെ നമുക്ക് എത്തിച്ചേരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂർദ്ദീൻ തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവസാനം വരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഖാദിമായി പ്രവർത്തിച്ച് നമ്മുടെ മഹാന്മാരോട് കൂടെ ജന്നാത്തുൻ നഈമിൽ അവരെയും നമ്മയും അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നൂർദ്ദീൻ നിങ്ങൾ ബാങ്ക് കഴിഞ്ഞാൽ റീസെന്റ് ചെയ്ത് തരണേ. ആരെങ്കിലും മൈക്കിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായി അന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ പ്രമുഖനും സൂഫിയുമായിരുന്ന ചാപ്പനങ്ങാടി ബാബു അടക്കമുള്ള CH മുഹമ്മദ് കോയ സാഹിബ് അടക്കമുള്ള നേതാക്കന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ആ സ്ഥാനം ഏറ്റെടുക്കാൻ അർഹനല്ല എന്ന് പലതവണ പറയുകയും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവിടെ വെച്ചുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് കരയുകയും ചെയ്ത ചരിത്രം നമുക്കറിയാം. ഞാൻ സൂചിപ്പിക്കുന്നത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്ത വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ ചില വാറാലും പത്രങ്ങളിലൂടെ അവരെഴുതിയത് ശിഹാബ് തങ്ങളെ അങ്ങ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കലോടുകൂടെ ഈ സമുദായത്തെ രക്ഷപ്പെടുത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങ് കാദിയാവിനോടുകൂടെ ഈ സമുദായത്തിന് അപമാനത്തിലാക്കുകയും അങ്ങ് കാദിയാവിനോടുകൂടെ കാദി സ്ഥാനത്ത് അപമാനിക്കുകയുമാണ് ചെയ്തത്. നമുക്ക് മൈക്കിലൂടെ പറയാൻ പറ്റാത്ത ചില പ്രയോഗങ്ങൾ കൂടെ നടത്തി മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ അവരപമാനിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ തല കീഴായി മറിച്ചിട്ട് അവരുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ പിക്ചർ കൊടുത്തു. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ അരികിലേക്ക് വിവിധങ്ങളായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ കടന്നുവരും. കോഴിക്കോട് ശിഹാബ് തങ്ങളുടെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സേവന പ്രവർത്തനങ്ങൾക്ക് 25 വർഷം പൂർത്തിയാക്കിയിട്ടുള്ള സേവനത്തിന്റെ ഒരു മഹാസംഗമം കോഴിക്കോട് കടപ്പുറത്ത് വെച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകന്മാർ ഒരുമിച്ച് കൂട്ടി നടത്തിയപ്പോൾ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉൾക്കൊള്ളുന്ന UDF നേതാവായ സോണിജി പങ്കെടുത്തപ്പോൾ സോണിയ ഗാന്ധിയോടുകൂടെ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പങ്കെടുത്തപ്പോൾ ഇതിന് വളരെ മോശമായ ഭാഷയിലൂടെ അന്ന് അവർ പ്രതികരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കാലിസ്ഥാനത്തേക്ക് കടന്നു വന്നപ്പോൾ ശിഹാബ് തങ്ങളോട് സ്നേഹമുള്ളവരാണെങ്കിൽ ശിഹാബ് തങ്ങൾ കാലിയായിട്ടുള്ള മഹലിൽ വേറെ ഒരു കാലിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ശിഹാബ് തങ്ങളെ അംഗീകരിക്കേണ്ടതിന് പകരം ഇവര് ശിഹാബ് തങ്ങൾക്ക് പകരം കാലി ഉണ്ടാക്കിയിട്ടില്ല. ശിഹാബ് തങ്ങൾ പ്രസിഡന്റായിട്ടുള്ള ഒരു മദ്രസയും പള്ളിയും ഉണ്ടാകുമ്പോൾ ആ പള്ളിയെ നമ്മൾ അംഗീകരിക്കുക, നമ്മൾ ശിഹാബ് തങ്ങൾ അംഗീകരിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞ് അവിടെ ബദൽ ഒരു മദ്രസ സംവിധാനിക്കുന്നതിന് പകരമായി പ്രിയപ്പെട്ടവരെ മഹാനായ ശിഹാബ് തങ്ങളെ അപമാനിച്ചുകൊണ്ട് ശിഹാബ് തങ്ങൾ പ്രസിഡന്റായിട്ടുള്ള മഹല്ലിലെ പള്ളിക്ക് പകരമായി മറ്റൊരു പള്ളിയും ശിഹാബ് തങ്ങൾ പ്രസിഡന്റായിട്ടുള്ള മദ്രസക്ക് പകരമായി മറ്റൊരു മദ്രസയും ഉണ്ടാക്കി ഈ സമുദായത്തിനെ ഭിന്നിപ്പിച്ചില്ലേ? ഞാൻ സൂചിപ്പിക്കുന്നത്
നിങ്ങൾ വളരെ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത് രണ്ട് വിഷയങ്ങളിൽ ഇന്ന് വരെ അവർ ഈ സമുദായത്തിനെതിരാണ്. ഒന്ന് മുസ്ലിം സമുദായത്തിന്റെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളിലും, ഒന്ന് മുസ്ലിം സമുദായത്തിന്റെ മുഖ്യധാരയിലുള്ള പ്രഗത്ഭരായ കേരളത്തിലെ മുസ്ലിം സമൂഹം അംഗീകരിക്കപ്പെടുന്ന മഹാരഥന്മാരായ നേതാക്കന്മാർക്കും അവരെതിരായ ചരിത്രമാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ തൊട്ടടുത്ത ഖാദിരിയ മസ്ജിദിന്റെ ഓരോ ദിവസവും കൊള്ളുന്ന സമസ്ത കേരള ജമഇയ്യത്തുൽ പ്രസിഡന്റും പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിലെ ഉസ്താദും അവിടുത്തെ പ്രിൻസിപ്പാളും വെല്ലൂർ ബാക്കിയായ സ്വാലിഹാത്ത് അറബി കോളേജിലെ മുദരിസുമായിരുന്ന ശൈഖുന ഉസ്താദ് കെ അബൂബക്കർ അസ്റഫി നവ്വറല്ലാഹു മർകദഹ, അല്ലാഹു തആല അവിടുത്തെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. മഹാനായ ബഹുമാനപ്പെട്ട ശൈഖുന നമ്മുടെ താനൂരുകാരനായ, താനൂര് നമുക്ക് അഭിമാനത്തോടുകൂടെ എടുത്തു പറയാൻ കഴിയുന്ന വലിയൊരു നേതൃത്വം മഹാനായ ശൈഖുന കെ അബൂബക്കർ അസ്റഫി ഉസ്താദ് അവരുടെ ജീവിതകാലത്ത് സ്വന്തം ഉസ്താദിനെ പ്രശംസിച്ചുകൊണ്ട് മഹാനായ ഉസ്താദിനെതിരെ മോശമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ അവരെ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല വന്യവയോധികനായ, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത, ജീവിതത്തിൽ കളവ് പറയാത്ത, ഹറാമ് ചെയ്യാത്ത, ഒരു ചെറിയ ചെറിയ തെറ്റ് പോലും ചെയ്യാത്ത മഹാനായ ശൈഖുന റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെതിരെ പ്രിയപ്പെട്ടവരെ അവർ കേസ് കൊടുത്തില്ലേ? മഹാനായ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും സമസ്ത കേരള ജമഇയ്യത്തുലുമക്ക് ഒരു പക്കമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ എറണാകുളത്ത് ഇപ്പോൾ നിങ്ങളുടെ സമ്മേളനം വെക്കരുത് എന്ന് മഹാനായ ശൈഖുന ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും പറയുമ്പോൾ അവരോട് മാനസികമായി സ്നേഹവും അടുപ്പവും പൊരുത്തവുമുള്ള ഒരു ശിഷ്യനാണെങ്കിൽ, ഒരു സംഘാടകനാണെങ്കിൽ, ഒരു റിസീവറാണെങ്കിൽ അദ്ദേഹം അന്ന് മാന്യത കാണിച്ചുകൊണ്ട് ആ സമ്മേളനം മാറ്റിവെക്കേണ്ടതല്ലേ? പക്ഷെ അന്ന് മാറ്റിവെച്ചില്ല. നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിൽ നിന്നല്ല ലോക പ്രശസ്തരായ രണ്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാർ ശൈഖുന കണ്ണിയത്ത് ഉസ്താദും മഹാനായ ശൈഖുന ശംസുൽ ഉലമയും അന്ന് മാനസികമായി വളരെ തളർത്തിയവര് മഹാനായ ശൈഖുന കണ്ണിയത്ത് ഉസ്താദിനും ശംസുൽ ഉലമക്കും കോഴിക്കോട് സമസ്തയുടെ ഓഫീസിൽ നിന്ന് യോഗം കഴിഞ്ഞിട്ട് തങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ പ്രിയപ്പെട്ടവര് ബിജെപിക്കാരുടെ എതിർപ്പ് കൊണ്ടല്ല, ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ സംഘടനയുടെ എതിരാനുള്ള എതിർപ്പ് കൊണ്ടല്ല, ആദർശപരമായി ശംസുൽ ഉലമയോടും കണ്ണിയത്ത് ഉസ്താദിനോടും യോജിപ്പുള്ള വിദഈ പ്രസ്ഥാനക്കാരുടെ എതിർപ്പ് കൊണ്ടല്ല, സ്വന്തം ശിഷ്യന്മാർ അവരുടെ എതിർപ്പ് കൊണ്ട് പോലീസുകാരുടെ സഹായത്തോടുകൂടി ഒലിക്കുന്ന കണ്ണുനീരോട് വിഷമിക്കുന്ന ഹൃദയത്തോടുകൂടെ മഹാനായ ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും കോഴിക്കോട് സമസ്തയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയ ചരിത്രം നമ്മൾ മറന്നിട്ടില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് നിഷ്പക്ഷമായി സംഘടനയെ വിലയിരുത്തുന്ന ആരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ വിഷയം നിഷ്പക്ഷമായി ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടിയാണ്. രണ്ട് വിഷയത്തിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ രണ്ട് വിഷയത്തിലും ചരിത്രത്തിന്റെ ഇന്നലകളിലെ ഏതെങ്കിലും ഒരു വഴികളിൽ സമുദായത്തിനോട് കൂടെ നിൽക്കുകയും അഭിവന്ദരായ മഹാരഥന്മാരായ പണ്ഡിതന്മാരോട് കൂടെ നിൽക്കാനും ഈ വിഭാഗത്തിന് സാധിച്ചിട്ടില്ല എന്നത് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള വന്യവയോധികരായ നേതാക്കന്മാർ സമസ്ത കേരള ജമഇയ്യത്തുലുമായി എന്ന് പറയുന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന് പടുത്തുയർത്താൻ വേണ്ടി എന്തുമാത്രം പാടുപെട്ടവരാണ്. ഞാൻ ഓർത്തുപോകുന്നു, ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ തന്റെ വീട്ടിൽ നിന്നും കോഴിക്കോട്ട് സമസ്തയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി 3 മണിക്കൂർ 4 മണിക്കൂർ സുബഹി നമസ്കാരത്തിന് മുമ്പായി തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് രണ്ട് ചൂട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണിയത്ത് ഉസ്താദ് പുറത്തു വരുമത്രേ. കണ്ണിയത്ത് ഉസ്താദ് 2 ചൂട്ടിൽ നിന്ന് ഒരു ചൂട്ട് കത്തിച്ച് കോഴിക്കോട്ട് ഫറൂഖിലെ പള്ളി വരെ നടന്നു വരും. ആ ചൂട്ടിന്റെ സഹായത്തോടുകൂടെ മഹാനായ ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ പ്രിയപ്പെട്ടവരെ ഫറൂഖ് പള്ളിയിൽ വന്ന് സുബഹി നമസ്കരിച്ചിട്ട് തന്റെ കയ്യിലുള്ള രണ്ടാമത്തെ ചൂട്ട് ആ പള്ളിയിലെ വരാന്തയിൽ ഒരു ഒളിഞ്ഞ സ്ഥലത്ത് വെച്ചുകൊണ്ട് മഹാനായ ശൈഖുന കണ്ണിയത്ത് ഉസ്താദിന്റെ കയ്യിൽ ഫറൂഖിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകാനുള്ള ബസ് ഫെയർ മാത്രമാണ് ബാലൻസ് ഉണ്ടാകുക. ആ സംഖ്യ കൊടുത്ത് ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ പ്രിയപ്പെട്ടവരെ അവിടുന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് കോഴിക്കോട്ടേക്ക് യോഗത്തിന് പോകുന്നു. യോഗം കഴിഞ്ഞ് കോഴിക്കോട്ട് ബസ് സ്റ്റാൻഡിൽ വന്ന് തന്റെ കയ്യിൽ കോഴിക്കോട്ട് നിന്ന് വീണ്ടും ഫറൂഖിലേക്ക് വരാൻ കൃത്യമായി സൂചിക്കപ്പെട്ട സംഖ്യ ബസ്സിന് കൊടുത്ത് ഫറൂഖിൽ വന്നിറങ്ങി നേരത്തെ സൂചിക്കപ്പെട്ട രണ്ടാമത്തെ ചൂട്ടെടുത്ത് കത്തിച്ച് മഹാനായ വന്യവയോധികനായ ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ ചൂട്ട് കത്തിച്ചു കൊണ്ടുപോവുകയാണ്. ഒരു ദിവസം സമസ്തയുടെ മുശാവറ യോഗം കഴിഞ്ഞ് കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നുകൊണ്ട് കണ്ണിയത്ത്
ഉസ്താദിനോട് പറഞ്ഞുവത്രേ, ഉസ്താദ് അങ്ങയുടെ കയ്യിൽ വല്ല സംഖ്യയുമുണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണേ. മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ ആ മനുഷ്യനോട് മറുപടി പറയുന്നതിന് മുമ്പായി അദ്ദേഹത്തിന് വിശുദ്ധമായ ഖുർആനിലെ ഒരായത്താണ് ഓർമ്മ വന്നത്. ചോദിക്കപ്പെട്ടാൽ അത് തട്ടാൻ പാടില്ല. തന്റെ കയ്യില് ഫറൂഖിലേക്കുള്ള ബസ്സിന്റെ കാശ് മാത്രം ബാക്കി തന്റെ പോക്കറ്റിലിരിക്കുമ്പോൾ, മോനെ എനിക്ക് ഫറൂഖിലേക്കുള്ള കാശ് മാത്രമേ എന്റെ പോക്കറ്റിലുള്ളൂ, അത് ഞാൻ തന്നാൽ ബുദ്ധിമുട്ടാകുമെന്ന് മറുപടി പറയാതെ ചോദിക്കപ്പെട്ടാൽ തട്ടാൻ പാടില്ല എന്ന വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് മനസ്സാന്തരങ്ങളിലെ കൂടി വന്നപ്പോ തന്റെ പോക്കറ്റിൽ സൂക്ഷിക്കപ്പെട്ട സംഖ്യ മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് റളിയല്ലാഹു തആല പ്രിയപ്പെട്ടവരെ ആ സഹോദരന് കൊടുക്കുകയാണ്. അവിടുന്ന് കണ്ണിയത്ത് ഉസ്താദ് ബസ്സിന് വരാൻ കാശില്ലാത്തത് കൊണ്ട് നടന്ന് ഫറൂഖിലേക്ക് എത്തുന്നു. അവിടുന്ന് വീണ്ടും നടന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക്, മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ വീട് കോഴിക്കോട് കൊണ്ടോട്ടിക്കടുത്ത് എടവണ്ണപ്പാറക്കടുത്ത് 2 കിലോമീറ്റർ സഞ്ചരിച്ചാലെത്തുന്ന വായക്കാട് എന്ന പ്രദേശത്താണ്. അവിടെ നടന്നു വരുന്നു. പാതിരാത്രിയിൽ സാധാരണ വരുന്നതിനേക്കാൾ മണിക്കൂറുകൾ വഴി വന്നപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് തന്റെ വീട്ടിൽ വന്നുകൊണ്ട് ഡോറിന് മുട്ടുകയാണ്. ഡോറിന് മുട്ടി തുറന്നപ്പോൾ ഭാര്യയും മക്കളും കൂടെ വളരെ പ്രതീക്ഷയോടുകൂടെ ഡോറ് തുറന്നപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് ഒരു കുട്ടിയെ പോലെ കരയുകയാണ്. കണ്ണിയത്ത് ഉസ്താദ് വിതുമ്പുകയാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വീട്ടുകാരോട് പറയുന്നു, മക്കളെ നിങ്ങളെന്നോട് ക്ഷമിക്കണം. ആരാണ് പറയുന്നത്? റഈസുൽ മുഹഖഖീൻ പറയുകയാണ്, നിങ്ങളെന്നോട് ക്ഷമിക്കണം. അപ്പോൾ വീട്ടുകാർ ചോദിച്ചുവത്രേ, ഉസ്താദ് ഞങ്ങളെന്തിനാ ക്ഷമിക്കുന്നത്? അങ്ങ് ഞങ്ങളോട് ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ലല്ലോ. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ഞാൻ സാധാരണ യോഗം കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് എത്തുന്നതിനേക്കാൾ മണിക്കൂറുകൾ വൈകിട്ടാണല്ലോ വീട്ടിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ സമയമത്രയും ഈ വീട്ടിൽ നിന്നത് എനിക്ക് വേണ്ടിയാണല്ലോ ഉറക്കമൊഴിച്ചത്. അതുകൊണ്ട് ഞാൻ കാരണത്താൽ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞ് ഒരു ചെറിയ കുട്ടിയെപ്പോൾ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് മഹാനായ ശൈഖുനാ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് വീട്ടുകാരോട് മറുപടി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, വീട്ടുകാരെ കരഞ്ഞുകൊണ്ട് പ്രതികരിച്ചു പത്രേ, ഉസ്താദ് അങ്ങയോട് ഞങ്ങളല്ല ക്ഷമിക്കേണ്ടത്, അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണം. അങ്ങ് വരാൻ വൈകിയത് ഞങ്ങളുടെ കാരണത്താലാണോ? മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സംഭവങ്ങൾ ഞാൻ പറഞ്ഞ ഈ ചരിത്രം വിശദീകരിച്ചു കൊടുത്തു. ഞാൻ ഈ സംഭവം പറഞ്ഞത് ചൂട്ടുകെട്ടിൽ കത്തിച്ച് നടക്കാൻ സൗകര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ബസ്സിന് ഒരു സ്ഥലത്തേക്ക് കാശ് കൊടുത്താൽ രണ്ടാമത്തെ സ്ഥലത്തേക്ക് കാശ് കൊടുക്കാൻ ചില്ലിക്കാശ് പോലുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ മഹാനായ ശൈഖുനാ റഈസുൽ മുഹഖഖീനാകുന്ന മഹാനായ നേതാവ് ഈ സമുദായത്തിന്റെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അജയ്യതയ്ക്ക് വേണ്ടി തന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ പാടുപെട്ടുണ്ടാക്കിയ ഒരു സംഘടനയിൽ നിന്ന് കണ്ണിയത്ത് ഉസ്താദിനെ ധിക്കരിച്ച് ശംസുൽ ഉലമാനെ ധിക്കരിച്ചുകൊണ്ട് ഈ സമുദായത്തിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവര് ഇപ്പോൾ അവസാനമായി ചില പോസ്റ്ററുകളും ചില പ്രചരണങ്ങളുമായി മുന്നോട്ട് വരുന്നു. സമസ്തക്കാര് ഭീകരണ സംഘടനകളാണത്രേ. സമസ്തക്കാര് ഭീകരണ സംഘടനകളിൽ നിന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഏതെങ്കിലും നമ്മുടെ രാജ്യത്തുള്ള നിയമപാലകന്മാർ സൂക്ഷിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു കാടിലൂടെ തെളിയിക്കപ്പെടാൻ ഇവിടുത്തെ ടിക്കറ്റ് സംഘടനകൾ സാധ്യമാണോ എന്ന് ആർജവത്തോടുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഭീകരമായ ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല. പക്ഷേ സമസ്ത ഒന്ന് നടത്തിയിട്ടുണ്ട്. ഭീകരവാദവും തീവ്രവാദം എവിടെ ഉണ്ടായിട്ടുണ്ടോ അവിടങ്ങളിലെല്ലാം സാന്ത്വനത്തിന്റെ വെളിച്ചമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഇത് ഉദ്ഘാടന പ്രസംഗമാണ്, മുഖ്യഭാഷമല്ല എന്നെല്ലാവർക്കും അറിയാം. രാമന്തളി അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം എത്തുന്നതിന് വരെ പ്രസംഗിക്കാൻ എന്നോട് സംഘാടകൻ ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് രാമന്തളി നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ഇസ്ലാം അറബി കോളേജിൽ എത്തിയിട്ടുണ്ട്. ഏതാനും ദിവസം ഇവിടെ എത്തിച്ചേരും. അല്ലാഹു തആല നമ്മളെ കബൂൽ ചെയ്യട്ടെ. നിങ്ങൾ നോക്കൂ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഭീകരവാദമുണ്ടായ സമയത്ത് സാന്ത്വനത്തിന്റെ വെളിച്ചമായി ഈ സമൂഹത്തിനോട് കൂടുന്നിട്ടുണ്ട്. ഞാൻ ഓർത്തുപോകുന്നു, സുന്നി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ ബാബരി മസ്ജിദിന്റെ തകർച്ച സംഭവിച്ച കാലഘട്ടത്തിൽ മഹാനായ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ഒരു ശാന്തിയാത്ര നടത്തി നമുക്ക് മറക്കാൻ സാധ്യമല്ല. അതുപോലെ മാറാടിന്റെ തെരുവീതികളിൽ പാവപ്പെട്ട മനുഷ്യനെ ക്രൂരമായി കൊന്നടക്കിയപ്പോൾ മഹാനായ പാണക്കാട് സയ്യിദ്
ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ വെളിയങ്കോട് മുതൽ മാറാട് വരെ ശാന്തിയുടെ സന്ദേശവുമായി നമ്മുടെ ഈ തീരപ്രദേശങ്ങളിലൂടെയാണ് പ്രിയപ്പെട്ടവരെ അഭിവന്ദനായ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അന്ന് SKSF സംസ്ഥാന അധ്യക്ഷനായിരുന്നു. തങ്ങൾ അവർ യാത്ര നടത്തിയത് മാറാട് പ്രദേശത്ത് ഭീകരവാദ പ്രശ്നങ്ങളുണ്ടായപ്പം അവിടുത്തെ കോഴിക്കോട് ജില്ലാ കലക്ടർ ആ പള്ളിയിൽ രക്തമുണ്ടായപ്പോൾ ഈ രക്തമെല്ലാം തുടച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടി ആരെ ഏൽപ്പിക്കുമെന്ന ഒരു ചർച്ച വന്നു. കലക്ടറും ബന്ധപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാരും ഒരുപാട് ആലോചിച്ചതിന് ശേഷം അവസാനമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ വെളിപ്പാടകലെ തലയുയർത്തി നിൽക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, ഇസ്ലാമിക് സെന്റർ എന്നാണ് അതിന്റെ പേര്. ആ സ്ഥാപനം SKSF സംസ്ഥാന ഓഫീസാണ്. അവിടേക്ക് ജില്ലാ കലക്ടർ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട നാസർ ഫൈസി കൊടുത്തായി അന്ന് SKSF സംസ്ഥാന ജനറൽ സെക്രട്ടറി നാസർ ഫൈസിയോട് പറഞ്ഞു, അടുത്ത ദിവസം മാറാട്ട് പള്ളിയിലുള്ള രക്തങ്ങൾ കഴുകി ആ പള്ളി നിങ്ങൾ വൃത്തിയാക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. നിങ്ങൾ നോക്കൂ, ഭീകരവാദമുണ്ടായപ്പോൾ തമ്മിലടിച്ചപ്പോൾ മനുഷ്യന്റെ ജീവന് വില നൽകാതെ പരസ്പരം കലഹമുണ്ടായപ്പോൾ കോഴിക്കോട്ടെ അഭിവന്ദനായ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികള്, നേതാക്കന്മാര്, നിയമപാലകന്മാര് SKSF ഓഫീസിലേക്ക്, അവിടെ ഹിറാ സെന്റർ ഉണ്ട്, അവിടെ അപ്പുറത്ത് മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്, അതിന്റെ ബിൽഡിംഗ് ഉണ്ട്, അവിടെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെ സലഫി സെന്റർ ഉണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ അവിടെയുണ്ട്. അവിടുത്തെ നമ്പറുകളൊക്കെ പോലീസ് സ്റ്റേഷനിലുമുണ്ട്. പക്ഷേ അവരുടെ നമ്പർ കോൾ ചെയ്തത് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി സംഘടനയായ SKSF സംസ്ഥാന ഓഫീസായ ഇസ്ലാമിക് സെന്ററിലേക്കായിരുന്നു. എന്തുകൊണ്ട് സംഭവിച്ചു? അവർക്കറിയാം ഇവരെയാണ് കാര്യം ഏൽപ്പിക്കപ്പെടേണ്ടത്. കാരണം ഇത് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാകുന്ന ശാന്തിദൂതന്റെ കാറ്റേറ്റുകൊണ്ട് വളർന്ന സംഘടനയാണ്. അദ്ദേഹത്തിന്റെ പക്വമായ നേതൃത്വവും ആശീർവാദമുള്ള സംഘടനയാണ്. ഇത് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും പാണക്കാട്ട് PMSF തങ്ങളും മഹാനായ ശൈഖുന ബഹുമാനപ്പെട്ട ശംസുലമയും കണ്ണീർ ഉസ്താദിനെ പോലെയുള്ള അഭിവന്യരായ നേതാക്കന്മാർ നേതൃത്വം നൽകിയ സമാധാനം ശാന്തിയും മാത്രം ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരാണെന്ന് മനസ്സിലാക്കി SKSF ഓഫീസിലേക്കാണ് പ്രിയപ്പെട്ടവരെ ഫോൺ ചെയ്തത്. ഞാൻ സൂചിപ്പിച്ചത് ഭീകരവാദങ്ങളും തമ്മിലടിയും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ പരിഹാരത്തിന്റെ കേന്ദ്രമായി നിയമപാലകന്മാര് പോലും തെരഞ്ഞെടുക്കപ്പെട്ടത് SKSF ഓഫീസാണെങ്കിൽ ആ SKSF-കാരെയും സമസ്തക്കാരെയും പറ്റി ഭീകര സംഘടന എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കുകയും നമ്മുടെ താനൂരിൽ കഴിഞ്ഞ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന്റെ ആ ദിവസത്തിൽ ഉണ്ടായ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ നടന്നിട്ടുള്ള ചില പ്രഭാഷണങ്ങളിൽ പ്രിയപ്പെട്ടവരെ സമസ്ത കേരള ജനകീയത്തിലുമയുടെ അഭിവന്യരായ നേതാക്കന്മാർ, സമസ്തക്കാർ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സ്വാധീനിച്ചുകൊണ്ട് അവരുടെ വിഭാഗത്തിലെ ആളുകൾ അടിച്ചമർത്തപ്പെടുകയാണെന്ന കള്ളവാദം ഉന്നയിച്ചത് ഞങ്ങൾ മറന്നിട്ടില്ല. എന്നാൽ നിങ്ങൾ കേട്ടോ, ഈ സമുദായത്തിന്റെ പ്രശ്നങ്ങളിലും സമുദായത്തിൽ ഭീകരവാദം ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുള്ള സംഘടനയാരാണെന്ന് ഞങ്ങളിങ്ങനെ ഓരോന്ന് എണ്ണി പറയാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് നേരം പുലരുന്നതുവരെ ഇവിടുത്തെ നിയമപാലകന്മാർ അനുവദിക്കപ്പെട്ട സമയത്തിൽ ഒതുങ്ങി നിൽക്കാതെ പറയേണ്ടി വരും. പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാമികമായ കർമ്മത്തിന്റെ വിഷയത്തിൽ പോലും അനുവദിക്കപ്പെടാത്തവരാണ് നിങ്ങൾ. ഈയിടെയാണല്ലോ നമ്മുടെ തൊട്ടടുത്തുള്ള കരിപ്പൂർ എയർപോർട്ടിന്റെ സമീപത്തുള്ള ഒരു പള്ളിയിൽ ഖതീബ് ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി മിമ്പറയിലേക്ക് കയറുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ധാരിണിയാകുന്ന ഖതീബിനെ ആ മിമ്പറിൽ നിന്ന് വലിച്ച് താഴോട്ടിടുകയാണ്. നമ്മൾ വായിച്ചതാണ്, നമ്മൾ കണ്ടവരാണ്. പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം, ഖുത്ബയുടെ ഭാഷയിൽ തർക്കമില്ല. സുന്നികൾ ആദർശപരമായി രണ്ട് സുന്നികളും ഇവിടുത്തെ സമസ്ത കേരള ജമഈയത്തുലമ ആ പറയുന്നത് അറബി ഭാഷയിൽ ഖുത്ബയോധനമെന്നാണ്. ഖതീബിനെ താഴെ വലിച്ചിട്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളും അറബി ഭാഷയിൽ ഖുത്ബയോധനമെന്നാണ്. ഒരു അരമണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്താൽ അദ്ദേഹത്തിന്റെ ഖുത്ബ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആവശ്യം ന്യായമായി ഉന്നയിച്ചുകൊണ്ട് വേണ്ട പരിഹാരം കാണാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഖതീബിനെ മിമ്പറിൽ നിന്ന് താഴേക്കിട്ടുകൊണ്ട് അടിച്ച് അവിടെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. മാത്രമല്ല, പോലീസുകാർ വന്നു നോക്കുമ്പോൾ പള്ളിയിൽ ജുമാക്ക് വന്നിട്ടുള്ള ആളുകൾ സാധാരണ
അഹ്കാഫിന്റെ സൂറത്ത് ഓതാനുള്ള ഏടുമായിട്ടായിരുന്നു അന്ന് ജുമാക്ക് വന്നിട്ടുള്ള കാന്തപുരത്തിലെ ഈ ഭാഗത്തിന്റെ ആളുകൾ അരയിൽ ചങ്ങല, വാള് തുടങ്ങിയിട്ടുള്ള ഭീകരവാദികൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളുമായി പരിശുദ്ധമായ പള്ളിയിൽ വന്ന് ഖത്തീബിനെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചില്ലേ? ഈയിടെയെടുത്ത് കഴിഞ്ഞ ദിവസം ഒളവട്ടൂർ നടന്ന ഒരു സംവാദം, ആ സംവാദത്തിന്റെ ഒരു ക്ലിപ്പിംഗ് ഉണ്ട്. അതിൽ പങ്കെടുത്ത ഒരു മുഖ്യ ആളുമായിട്ട് നടത്തുന്ന സംഭാഷണം. ആ സംഭാഷണം അദ്ദേഹത്തിനോട് ചോദിക്കാണ്, അല്ല ഒളവട്ടൂരിലെ സംവാദം എന്തായി? അദ്ദേഹം പറഞ്ഞു, ഒളവട്ടൂരിലെ സംവാദം നമ്മൾ ഈറ്റക്കാരോട് കൂടെ പോയ തോൽക്കും നമുക്കറിയാം, നമ്മൾ പരാജയപ്പെടുന്ന അറിയാത്തത് കൊണ്ടല്ല. പക്ഷെ ആ രാമന്തളി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനത്തിന് അവിടെ വെച്ചിട്ട് അടിച്ച് ഒന്ന് ശരിയാക്കാമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പോയത് എന്ന് ആ സംവാദത്തിൽ പങ്കെടുത്ത ആള് അദ്ദേഹത്തിന്റെ ഫോൺ കോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിലായി നമ്മുടെ ഓരോരുത്തരുടെയും മൊബൈൽ ഫോണിലേക്ക് വരാനിരിക്കുന്നു. ഇവരുടെ ഉദ്ദേശം സമുദായത്തിന്റെ സുരക്ഷിതത്വമല്ല, ഇവരുടെ ഉദ്ദേശം സമുദായത്തിന്റെ മുന്നോട്ടുള്ള ഗമനമല്ല, ഇവരുടെ ഉദ്ദേശം പ്രിയപ്പെട്ടവരെ ഈ സമുദായത്തിന്റെ നല്ല നല്ല യോജിപ്പിന്റെ മേഖലകളില്ല. നമ്മുടെ തൊട്ടടുത്താണല്ലോ ചിറമംഗലം ജുമാ മസ്ജിദ്. എന്താ സംഭവിച്ചത്? ചിറമംഗലം ജുമാ മസ്ജിദിന്റെ മുത്തവല്ലി വന്നിട്ട് അവിടെ മുദരിസായിരുന്ന തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ അടുത്ത ദിവസം പോകണം, ചില പ്രശ്നങ്ങളുണ്ട്. തങ്ങൾ പറഞ്ഞു, ഞാൻ പോകില്ല. തങ്ങളോട് അയാൾ എല്ലാ നിലയും മാന്യമായ ഭാഷ മുഴുവനും മാന്യമായ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ താൽക്കാലികമായി ഈ മഹലിൽ നിന്ന് ജോലി ഒന്ന് ഒഴിവാക്കി പോകണം. തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, അത്രേ ഞാൻ പോകില്ല. അവസാനമായി പ്രിയപ്പെട്ടവരെ മുത്തവല്ലി കോടതിയിൽ കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ പോവേണ്ടി വന്നു. തങ്ങൾ പോകുമ്പോൾ ഡിമാൻഡ് വെച്ചു, ഞാൻ ഇന്ന് പോകും, എന്റെ കൂടെയുള്ള തീവ്രവാദികൾ നാളെയും പോകും. തങ്ങൾ വെച്ച ഡിമാൻഡ് തീവ്രവാദികൾ എന്റെ ഭാഷയാണ്, എന്റെ കൂടെയുള്ള മുത്തഅല്ലിമീങ്ങൾ നാളെ പോകും, ഞാൻ ഇന്ന് പോകും. പിറ്റേ ദിവസം പുലർച്ചെ സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ വന്ന ആളുകൾ മൂത്രയിക്കാൻ വേണ്ടി പോകുമ്പോ മൂത്രപ്പുര കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്, മൂത്രയിക്കാൻ വേണ്ടി ആളുകൾ പള്ളിയിൽ പോയി മൂത്രപ്പുര കാണുന്നില്ല. മൂത്രപ്പുരയിലേക്കുള്ള പൈപ്പ് തുറക്കുമ്പോൾ ബഹുമാനപ്പെട്ട രാമന്തളി എത്തിയിട്ടുണ്ട്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങളിൽ ഒതുങ്ങി നിന്ന് ഈ സമുദായത്തിന്റെ ശബ്ദമായി മാറാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സഹോദരന്മാരെ, നമ്മുടെ റോഡ് സൈഡിൽ നിൽക്കൽ അത്ര ഉചിതമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ ഭാഗത്തിരിക്കുന്ന ആളുകൾ ഇങ്ങോട്ട് കയറിയിരുന്നാൽ അവിടെയുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് മാറി നിൽക്കാം. എല്ലാവരും സഹകരിക്കുന്നു. അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കും. ഇവിടെ ഇങ്ങോട്ട് മുമ്പോട്ട് വരുന്നില്ല. ആ റോഡ് സൈഡിലുള്ള കസേലൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഞാനെന്ന് പോകും, നാളെ കുട്ടികൾ പോകും. പിറ്റേ ദിവസം എല്ലാവരും പള്ളിയിൽ പോയി നോക്കുമ്പോൾ തങ്ങൾ വന്നതിന് ശേഷം തങ്ങളാൽ നിർമ്മിക്കപ്പെട്ട പള്ളിയുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ട ഒന്നുമില്ല. മൂത്രപ്പുരയില്ല, തങ്ങൾ താമസിച്ച റൂമില്ല. പ്രിയപ്പെട്ടവരെ, മുകൾ പോയി നോക്കുമ്പം അവിടെയുള്ള കമ്പ്യൂട്ടറുകളും മറ്റുള്ള ഉപകരണ വസ്തുക്കളും നശിപ്പിച്ചിട്ടുണ്ട്. അവിടെയുള്ള വായ വായക്കെന്ത് പറ്റി? വായ നിരപരാധിയാണല്ലോ. മൂത്രപ്പരപ്പിന്റെ പള്ളിയിൽ ഈക്കക്കാർ വന്ന് മൂത്രയിക്കണ സ്ഥലമാണ് മനസ്സിലാക്കാം. വായക്കെന്ത് സംഭവിച്ചു? വായൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അവിടെയുള്ള ചില വൃക്ഷങ്ങൾ, മരങ്ങൾ, പാവം, മാങ്ങ മരങ്ങൾ, അവിടെയുള്ള കർമ്മത്തിയുടെ മരങ്ങൾ, ഇതൊക്കെ നിരപരാധികൾ എന്ന് പറഞ്ഞാൽ തീവ്ര ഭീകരവാദത്തിൽ മനുഷ്യന്മാരെ മാത്രമല്ല പ്രകൃതിയോട് പോലും ഇവർക്കെതിരാണ് അഭിപ്രായം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തകർക്കപ്പെട്ടു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മഹലിൽ ഒരുപക്ഷെ രാമന്തളി ആ വിഷയക്ക് വിശദമായിട്ട് പറയും. അവിടെയുള്ള ഒരു മദ്രസ, സഹോദരന്മാരെ, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള മദ്രസ, അദ്ദേഹത്തിന്റെ മഹലിലുള്ള ഒരു മദ്രസ നിട്ടൂരം തകർക്കപ്പെട്ടു. നേരം പുറത്ത് പോയി നോക്കും, മദ്രസ അവിടെ ഇല്ല. നമ്മൾ മദ്രസ ആക്രമിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞ് നമ്മളെപ്പറ്റി അപവാദങ്ങൾ നടത്തുന്ന ആളുകൾ നമ്മുടെ തൊട്ടടുത്ത കോർമകൻ കടപ്പുറം നമ്മൾ മറന്നിട്ടില്ല. ഇനി താനൂരുകാർക്ക് മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളും മാസങ്ങളും മണിക്കൂറുകളുമായിരുന്നു പ്രിയപ്പെട്ടവരെ കോർമാൻ കടപ്പുറം. നമ്മുടെ കടപ്പുറത്ത് പള്ളി നടന്നതും അവിടെ പള്ളി നിസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യം, അവിടുത്തെ ആളുകൾക്ക് സുബഹിയുടെ സമയത്ത് ഒന്ന് സമാധാനത്തോടുകൂടെ പള്ളിയിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യം നമ്മുടെ തൊട്ടടുത്ത് ഈ താനൂരിൽ സംഭവിച്ചതാണ്. നമുക്ക് മറക്കാൻ കഴിയില്ല.
എന്റെ പ്രിയപ്പെട്ടവരെ, അതുപോലെ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ചുക്കിളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സഹൽ എന്ന് പറയുന്ന SSFന്റെ പ്രവർത്തകനുണ്ട്. ഇത് സനദോടുകൂടിയുള്ള റിവായത്താണ്. ഇത് സനദുള്ള റിവായത്താണ്. ഇത് വ്യാജമല്ല. ഈ സഹൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട SSFന്റെ പ്രവർത്തകന്റെ കൈപ്പത്തി കാണുന്നില്ല. അത് കോൺഗ്രസിന് വേണ്ടി ചിഹ്നമായി ഉപയോഗിക്കാൻ വേണ്ടി അദ്ദേഹം മുറിച്ചു കൊടുത്തതല്ല. ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ പൊട്ടിയിട്ട് കൈമുറിഞ്ഞതാണ്. നിങ്ങൾ പോയി അന്വേഷിക്കണം. നിങ്ങൾ കണ്ണൂർ ജില്ലയിലേക്ക് തലശ്ശേരിയിലേക്ക് മാഹി വഴി കടന്നു പോകുമ്പോൾ മാഹിൽ നിന്ന് ബസ്സിറങ്ങിയാൽ ചൊക്ലിയിലേക്കുള്ള വണ്ടി കിട്ടും. അവിടെ പോയി അന്വേഷിക്കുക. ഇവിടെ സഹൽ എന്ന് പറയുന്ന പ്രവർത്തകനുണ്ടോ? ആ പ്രവർത്തകന്റെ സഹോദരന്മാരെ, ആ പ്രവർത്തകന്റെ കൈപ്പറ്റി നഷ്ടപ്പെട്ടു പോയത് SSFകാരെ ബോംബ് നിർമ്മിച്ചത് കൊണ്ടാണ്. ആരാ ഭീകര സംഘടന? ആർക്കാണ് ബോംബിന്റെ ആവശ്യം? മഹാനായ ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദും മഹാനായ മൗലാന ശൈഖുന കോഴിക്കോട് ഉസ്താദും നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ അഭിവന്ദരായ പ്രവർത്തകന്മാരുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് ഒരു ബോംബ് പോയിട്ട് ഒരു ഓലപ്പടക്കം പോലും ഈ വിഷയമായി പിടിച്ചെടുക്കപ്പെട്ടത് ഇന്നുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മൾ പ്രിയപ്പെട്ടവരെ കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. നമ്മുടെ അതുപോലെ തന്നെ വാരാമ്പറ്റയിൽ, വയനാട് ജില്ലയിലെ വാരാമ്പറ്റയിലെ നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ വിശുദ്ധമായ വലിയ പെരുന്നാളിൻ ദിവസം ഉളൂഹിയത്തിൻ അറക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ തർക്കമുണ്ടാക്കിയെന്ന് മാത്രമല്ല, ഉളൂഹിയത്തിന് അറക്കേണ്ട മൃഗത്തിന് പകരമായി നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനായ വാരാമ്പറ്റയിലെ അഭിമന്യനായ അബ്ദുള്ള എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരനെ നിഷ്ഠൂരമായി അവിടെ വെച്ചുകൊണ്ട് ഒരു ജീവിയെ കൊല്ലുന്നതിനേക്കാൾ മോശമായ രൂപത്തിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് നമ്മൾ മറന്നിട്ടില്ല. ഇതൊന്നും 900 അങ്ങനെയുണ്ടായ സംഭവമല്ല. ഇതൊക്കെ 2-4 വർഷത്തിന് ഉള്ളിൽ ഉണ്ടായ സംഭവത്തിന്റെ ചിത്രങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ പ്രതിപാദിക്കുന്നത്. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം എറണാകുളത്ത് നെട്ടൂരി എന്ന് പറയുന്ന പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് ഖദീജത്തുൽ കുബ്ര എന്ന് പറയുന്ന ഒരു യതീംഖാനയുണ്ട്. രാമന്തലി സാഹിബ് വിശദമായിട്ട് പറയും ഇൻഷാഅല്ലാഹ്. ആ യതീംഖാനയിലെ അതിന്റെ ബന്ധപ്പെട്ട ആൾ നേതാവ് അദ്ദേഹം അസുഖമായിട്ട് ഇപ്പോൾ എറണാകുളം ഹോസ്പിറ്റലിൽ കഴിയുന്ന സാഹചര്യത്തിൽ ഉസ്താദ് അവിടെ പോയി. ഉസ്താദ് ചെന്നിട്ട് പറഞ്ഞു, ആ യതീംഖാന ഞങ്ങളുടെ മേൽ രജിസ്റ്റർ ചെയ്തു തരണം, എന്റെ പേരിൽ എഴുതി തരണം. ഒപ്പരവിന് അങ്ങനെ അല്ലാതെ ഒപ്പരവേൽ എഴുതി കൊടുക്കണമല്ലോ, എഴുതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതി തരില്ല. ആ സമയത്ത് പറഞ്ഞവത്രേ, നീ എഴുതി തന്നിട്ടില്ലെങ്കിൽ തീവ്രവാദ ഭീകരവാദ സംഘടനയുടെ നേതാവായ ഉസ്താദ് പറഞ്ഞവത്രേ. ഉസ്താദ് പറഞ്ഞ അത്ഭുതമില്ല, കാരണം അവരുടെ രീതി അതാണല്ലോ. ഉസ്താദ് പറഞ്ഞവത്രേ. ഉസ്താദ് അദ്ദേഹത്തിനോട് പറഞ്ഞു, എഴുതി തന്നിട്ടില്ലെങ്കിൽ അടിച്ചു മുറിക്കും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്കറിയാം. മർകസിൽ നിന്നുണ്ടാക്കിയ ഒരു സംഘടനയാണല്ലോ സുന്നി ടൈഗർ എന്ന് പറയുന്ന സംഘടന. ഈ സുന്നി ടൈഗർ വ്യാപിച്ച് പിന്നെ ജംഇയ്യത്തുൽ ഇഹ്സാനായി. ഇന്ന് ജംഇയ്യത്തുൽ ഇഹ്സാന്റെ പേരിൽ തൃശൂർ ജില്ലയിലും മലപ്പുറം ജില്ലയിലുമായി 7 മറ്റു മതവിശ്വാസികളെ കൊന്നിട്ടുള്ള കേസ് ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചരിത്രം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മഹാനായ ശൈഖുന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവരുടെ വിഷം കൊടുത്ത് കൊല്ലാൻ അവർ പ്ലാൻ ചെയ്തിരുന്നു എന്ന് ആ സംഘടനയിൽ നിന്ന് ആദർശ പാപ്പുറപ്പൻ സംഘടന ഉണ്ടായ സംഘടനയാണെന്ന് മനസ്സിലാക്കി കടന്നു വന്നിട്ടുള്ള നേരത്തെ ജംഇയ്യത്തുൽ ഇഹ്സാന്റെ പ്രവർത്തകനായിരുന്ന ആള് ഈ സമുദായത്തിനോട് വിളിച്ചു പറയുകയാണ്, ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമക്ക് വിഷം കൊടുത്തുകൊണ്ട് ശംസുലമയെ കൊല്ലാൻ പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. ഇങ്ങനെ നമ്മുടെ ഉസ്താദന്മാരെ കൊല്ലാൻ സ്ഥാപനങ്ങൾക്കെതിരെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, ഖാദിമാർക്കെതിരെ ഖാദിമാരുണ്ടാക്കി, പാവപ്പെട്ട മനുഷ്യമക്കളെ ക്രൂരമായി കൊന്നടക്കി തങ്ങളുടെ സംഘടന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ഈ രാജ്യത്തുള്ള മുസ്ലിം സമുദായത്തിന്റെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിനോട് എല്ലാ നിലയിലും വിദൂരമായ സമീപനങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്ന് ഒരു സ്ഥലത്ത് പറയുകയും മറ്റൊരിടങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ കടന്നു വരുമ്പോൾ ചില രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് വേണ്ടി, നേതാക്കന്മാർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പരസ്യമായി പറയുകയും കോണിച്ചിഹ്നമെന്ന് പറഞ്ഞാൽ നരകത്തിലേക്കുള്ള കോണിയാണെന്ന് ഇവർ പറഞ്ഞിട്ടില്ലേ? പാണക്കാട്ട് ഹൈദരലി ശിഹാബ് തങ്ങളും പാണക്കാട്ട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അബ്ബാസ് അലി ശിഹാബ് തങ്ങളും സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും മുസ്ലിം ലീഗിന്റെ നേതൃത്വം പിന്മാറിയാലേ
ഈ സമുദായം രക്ഷപ്പെടൂ എന്ന് പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ പ്രസംഗിച്ചത് നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ വാമൊഴിയും വരമൊഴിയും ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലും റെക്കോർഡായി കിടക്കുകയാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം മരിച്ചാൽ കാലത്തിന് ചില സംഗതികൾ മറക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, മനുഷ്യ നീ കാട്ടിക്കൂട്ടുന്ന പേക്കൂട്ടുകൾ ഒരുപക്ഷെ നീ മറന്നു കഴിഞ്ഞാൽ കാലത്തെ തൊട്ട് തന്നെയാണ് സത്യം. കാലത്തിന് ഒന്നും മറക്കാൻ സാധ്യമല്ല. അദ്ദേഹത്തിന്റെ വാമൊഴിയും വരമൊഴിയും നമ്മളോട് കൂടെയുണ്ട്. പാണക്കാട്ട് സാദാത്യങ്ങൾ മുസ്ലിം ലീഗിന്റെ നേതൃപദവിയിൽ നിന്നും മാറി വന്നാലേ ഈ സമുദായം രക്ഷപ്പെടൂ എന്ന് പറഞ്ഞ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുസ്ലിം ലീഗുമായി സഹോദരന്മാരെ യാതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധമില്ല. അത് നമുക്ക് ഓരോ തെരഞ്ഞെടുപ്പുകളും സന്ദർഭങ്ങളും വരുമ്പോൾ അറിയാം. പക്ഷേ മുസ്ലിം സമുദായത്തിലെ പ്രമുഖരായ നേതാക്കന്മാർ നേതൃത്വം നൽകിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഒരു അലിഖിതമായ ബന്ധം മുസ്ലിം ലീഗുമായി സമസ്തയുടെ ചരിത്രത്തിന്റെ ഇന്ന് വരെയുള്ള ദിവസങ്ങൾ നടത്തി വന്നിട്ടുണ്ട്. അത് എല്ലാ സന്ദർഭത്തിലും കാത്തു സൂക്ഷിക്കാൻ സമസ്ത മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം അത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും PMS ഫുക്കോയ തങ്ങളും മഹത്തുക്കളായ പണ്ഡിതന്മാർ നേതൃത്വം നൽകിയിട്ടുള്ള ഒരു സംഘടനയായി, ഒരു പൊരുത്തമുള്ള സംഘടന എന്ന അർത്ഥത്തിൽ പൂർവീകരായിട്ടുള്ള മുസ്ലിം സമുദായം അംഗീകരിച്ചിരുന്ന നേതാക്കന്മാര് നേതൃത്വം നൽകിയ ഒരു സംഘടന എന്ന രീതിയിൽ മുസ്ലിം ലീഗിനോട് അലിഖിതമായ ബന്ധം സമസ്തക്കുണ്ട്. അത് ഉറപ്പാണ്. അത് ഇൻഷാ അല്ലാഹ് തുടരുക തന്നെ ചെയ്യും. ആരെന്ത് പറഞ്ഞാലും ചില ആളുകൾ ചരിത്രത്തിന്റെ ഇന്നലകളെ മനസ്സിലാക്കാതെ തങ്ങൾക്ക് അവരിൽ നിന്ന് കുറെ വോട്ടുകളൊക്കെ കിട്ടുമെന്ന് ആഗ്രഹിച്ച് ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചായാൻ വേണ്ടി ചില ആളുകളൊക്കെ ശ്രമിക്കാറുണ്ട്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മൾ അദ്ദേഹത്തെ തിരിച്ചറിയണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, താനൂരിൽ നടന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടന്നു. ആരാ ഉദ്ഘാടനം ചെയ്തത്? സുന്നി വിദ്യാഭ്യാസ മുഷാവറയുടെ കേന്ദ്ര മുഷാവറംഗമായ CPIന്റെ ഏരിയ സെക്രട്ടറി ടി ജയ ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ SYSന്റെ SSFന്റെ കുട്ടികൾ നടത്തിയിട്ടുള്ള മാർച്ച് ഉദ്ഘാടനം ചെയ്യാനും പ്രസംഗിക്കാനും വരുന്ന തക്ബീർ ചൊല്ലി സ്വീകരിക്കുന്നത് ജയനെയാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്, നമുക്ക് അദ്ദേഹത്തിനോട് വിയോജിപ്പില്ല. പക്ഷേ SSFന്റെ ഒരു പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോലും അവരുടെ സംഘടനയിൽ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരാളില്ലാത്ത അവസ്ഥയിലേക്ക് അവർ പോയി. നമ്മുടെ പ്രകടനം വീക്ഷിച്ചപ്പോൾ ആ പ്രകടനത്തിൽ അവരുടെ പ്രവർത്തകന്മാരെക്കാൾ കൂടെ എണ്ണത്തിലുള്ളത് ഇവിടുത്തെ LDF പ്രതിനിധാനം ചെയ്യുന്ന വിവിധങ്ങളായ സംഘടനയുടെ ആളുകളെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, എന്നും മുസ്ലിം ലീഗിനോടും മുസ്ലിം സമുദായത്തിനോടും ഇവർ ഏത് കാലത്തും എതിരായിരുന്നു എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞ വിവിധങ്ങളായ സംഭവത്തിലൂടെ ഇനി രാമന്തടി പറയാനിരിക്കുന്ന വിവിധങ്ങളായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ലതുപോലെ മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ മറക്കൂല, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ SYSന്റെ ഞങ്ങളുടെ താനൂർ പഞ്ചായത്ത് കമ്മിറ്റിയിലും SKSFന്റെ പ്രവർത്തകന്മാരുടെ ആവേശവുമായ ബഹുമാനപ്പെട്ട ഖാലിദ് കുട്ടി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തിന്റെ കേസ് കൊടുത്തു. ഇവിടെ നടന്ന സംഭവം നടക്കുമ്പോൾ അന്ന് അദ്ദേഹം നാട്ടിൽ പോലുമില്ല. സാധു ആ മനുഷ്യന്റെ കേസ് കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇല്ലാത്ത കേസിന്റെ മേൽ വല്ലാത്ത പരാതികൾ കൊടുത്തു. ഞങ്ങളുടെ പ്രവർത്തകന്മാരെ കേസിൽ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാകുന്നത് എന്താണ്? അൽ-ഹിസാബ്. പക്ഷേ ഞങ്ങളുടെ കർമ്മോത്സകരായ സമസ്തയുടെ അജയ്യമായ ശക്തിയായി എല്ലാ സ്ഥലത്തും സമാധാനത്തിനും നമ്മുടെ സമുദായത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ അഭിവന്ദരായ ഇവിടെ നടക്കുന്ന ഞങ്ങളുടെ വാളണ്ടിയർമാരുണ്ടല്ലോ, അഭിവന്ദരായ വ്യക്തിയുടെ പ്രവർത്തകന്മാർ, അവരെന്ന് മനസ്സ് വെച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇല്ലാതെയാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഞങ്ങളുടെ ശൈലിയും രീതിയും അതല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇതിലേക്ക് വരുന്നില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ വീട് കയറി അദ്ദേഹത്തിന്റെ ഭാര്യ ആക്രമിച്ചു, അദ്ദേഹത്തിന്റെ കള്ളക്കേസിൽ കുടുക്കി. എന്തിനു വേണ്ടിയാണ് സഹോദരന്മാരെ? ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്ത ആളെ വ്യക്തമായാൽ കേസ് കൊടുക്കണം. അതൊരു മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ്, അത് നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷെ ഇല്ലാത്ത കേസിന്റെ മേൽ നിരപരാധികളായ ആളുകളെ കുടുക്കിയിട്ട് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ഇവിടെ വളർത്താൻ വന്ന് ഏതെങ്കിലും വിഘടന സംഘടനയുടെ ആളുകൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അവരോട് വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങളുടെ ആ തീരുമാനം അപകടമാണ്. സമസ്ത കേരള
ജംഇയ്യത്തുൽ സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ അതിന്റെ 100 ശക്തിയോടുകൂടെ ഈ താനൂരിലും അതിന്റെ പരിസര പ്രദേശങ്ങളും ശക്തിയായി മുന്നോട്ട് വരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഒരു രാഷ്ട്രീയക്കാരനെയും ഞങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി കൂടെ കൂട്ടാറില്ല. സമുദായത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരുപക്ഷെ ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടിയെ വിളിക്കും, ഞങ്ങൾ ഈ അഹമ്മദ് സാഹിബിനെ വിളിക്കും, ഞങ്ങൾ വേണ്ടി വന്നാൽ നമ്മുടെ KPCCയുടെ പ്രസിഡന്റായ നേതാവിനെ വിളിക്കും. അതുപോലെ നമ്മുടെ കേരളത്തിലെ ഏത് ഭരണകക്ഷിയിലുള്ള മന്ത്രിമാരായ നേതാക്കന്മാരായ അവരെ ഞങ്ങൾ വിളിക്കും. എന്തിനു വേണ്ടി? വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയല്ല. ഏതെങ്കിലും ചേകന്നൂര് പോലെയുള്ള കേസിൽ നിന്ന് തങ്ങളെ 11ാം പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയല്ല. സമുദായത്തിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ സമുദായത്തിന്റെ ആവശ്യത്തിന് വേണ്ടി സമുദായത്തിനോട് കൂടെ നിൽക്കാൻ അവകാശങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പറയാൻ ഞങ്ങളവരെ ഒരുപക്ഷെ വേദിയിലേക്ക് വിളിച്ചേക്കാം. പക്ഷേ ഞങ്ങളാരും ഞങ്ങൾ കുടുങ്ങിയിട്ടുള്ള ഞങ്ങളുടെ നേതാക്കന്മാരകപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു കേസ് ഞങ്ങൾക്കില്ല. അങ്ങനെ ഏതെങ്കിലും കേസിൽ നിന്ന് മോചിതരാകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ ഒരു രാഷ്ട്രീയക്കാരന്റെ പിറകിൽ പോവേണ്ട ദുർഗതി സമസ്ത കേരള ജംഇയ്യത്തുൽ അഭിമന്യരായ നേതാക്കന്മാർക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും എന്റെ പ്രിയപ്പെട്ടവരെ ഹംസ സഖാഫി എന്ന് പറയുന്ന സഹോദരൻ ചേകന്നൂരിനെ കൊന്ന കേസിന്റെ പേരിൽ ഇന്ന് ജയിലിലാണല്ലോ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ആരാണ് തീവ്രവാദം ഭീകരവാദം ഉണ്ടാക്കുന്ന മനസ്സിലാക്കി നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രവർത്തനങ്ങളോട് പരിപൂർണമായി സഹകരിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയമായ നിലപാടുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഈ സമുദായത്തിന്റെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ സ്വീകരിച്ചിട്ടുള്ള തീരുമാനങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ എന്റെ നല്ലവരായ ശ്രോതാക്കന്മാരെ പ്രവർത്തകന്മാരെ നിഷ്പക്ഷമതികളെ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് വിനീതമായി ആവശ്യപ്പെട്ടുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അനുഗ്രഹീതമായ വാക്യത്തിൽ ഈ മഹത്തായ ആദർശ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.